പ്രിയ പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ പറഞ്ഞതുപോലെ ജമ്മു ആൻഡ് കാശ്മീരിലെ പഹൽഗാമിൽ നിരപരാധികളായ 26 ജീവനുകൾ പൊലിഞ്ഞതിൻ്റെ സങ്കടവും അമർഷവും രാജ്യത്താകെ തളം കെട്ടി നിൽക്കുന്നുവെന്ന് നമുക്കറിയാം. പതിറ്റാണ്ടുകളായി നിലനിന്ന സിന്ധു നദിയിലെ കരാറടക്കം മരവിപ്പിച്ചുകൊണ്ട് ഇന്ത്യയുടെ ഡിപ്ലോമാറ്റിക് സ്ട്രൈക്ക് ഉണ്ടായി. മാത്രമല്ല പാകിസ്ഥാനികൾക്ക് വിസ നിഷേധിച്ചു, ഇന്ത്യക്കാരോട് മടങ്ങിപ്പോരാൻ ആവശ്യപ്പെട്ടു, നയതന്ത്ര ഓഫീസുകളിൽ എണ്ണം കുറച്ചു. അങ്ങനെ ഇന്ത്യ കടുത്ത തീരുമാനങ്ങൾ എടുത്തു. അതിന് മറുപടിയുമായി പാകിസ്ഥാൻ രംഗത്ത് വന്നു. സിംല കരാർ തന്നെ മരവിപ്പിച്ചുകൊണ്ടാണ് പാകിസ്ഥാൻ്റെ പ്രകോപനം. എന്ന് മാത്രമല്ല അതിർത്തിക്കുള്ളിലിരുന്ന തീവ്രവാദ പ്രവർത്തനം നടത്തുന്ന ആളുകളെ അതിർത്തിക്ക് അപ്പുറത്തേക്ക് ആട്ടിപ്പായിക്കാൻ പറ്റുന്ന രീതിയിലുള്ള തീരുമാനങ്ങൾ എടുക്കും. മാത്രമല്ല ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന് പ്രധാനമന്ത്രി തറപ്പിച്ച് പറയുകയാണ്. എന്തായാലും വരും ദിവസങ്ങളിൽ ലോക ശ്രദ്ധ തന്നെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഈ പുതിയ ഡെവലപ്മെൻറ്റിലേക്കായിരിക്കും വരുന്നത് എന്ന് ഉറപ്പാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. പ്രിയ പ്രേക്ഷകർക്ക് പ്രൈം ടൈം വിത്ത് SKയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇപ്പോൾ വരുന്നൊരു വാർത്തയാണ്. പഞ്ചാബ് അതിർത്തിയിൽ നമ്മുടെ BSF ജവാൻ പാകിസ്ഥാൻ്റെ കസ്റ്റഡിയിലായി. അബദ്ധത്തിൽ അന്താരാഷ്ട്ര അതിർത്തി മുറിച്ചു കടന്ന BSF ജവാനെ പാക് റേഞ്ചേഴ്സ് കസ്റ്റഡിയിലെടുത്തെന്നാണ് റിപ്പോർട്ട്. ജവാന്റെ മോചനത്തിനായി ഇരു സേനകളും തമ്മിൽ ചർച്ചകൾ ആരംഭിച്ചെന്നും വിവരമുണ്ട്. ഫിറോസ്പൂരിലെ ഇന്ത്യ പാക് അതിർത്തിയിലാണ് സംഭവം. അതിനിടെ കരസേനാ മേധാവി നാളെ ജമ്മു കാശ്മീരിലെ ശ്രീനഗറിൽ എത്തുന്നുണ്ട്. ബൽറാം നെടുങ്ങാടി നമുക്കൊപ്പം ശ്രീനഗറിൽ നിന്ന് ചേരുകയാണ്. ബൽറാം, എന്താണിപ്പോൾ ശ്രീനഗറിലെ അവസ്ഥ? പഹൽഗാമിലെ കുരുതി ഒരുപാട് സംഘർഷങ്ങൾ ഉണ്ടാക്കുന്നു എന്നത് നേരാണ്. അതിർത്തിയിൽ തന്നെ വല്ലാത്ത രീതിയിലൊരു ചെറിയ ടെൻഷൻ നിലനിൽക്കുന്നു. പറയൂ. SKN, തീർച്ചയായും ഈ ഒരു ഭീകരാക്രമണം ഈ സംസ്ഥാനത്ത് മുഴുവനായും തന്നെ അതിന്റെ അസ്വസ്ഥത നിലനിൽക്കുന്നുണ്ട്. ജനങ്ങൾ എല്ലാം തന്നെ വലിയ ആശങ്കയിലാണ്. പ്രധാനമായും സംസ്ഥാനത്തെ ടൂറിസം മേഖലയെ ഇത് ബാധിച്ചു, ജനങ്ങളുടെ ജീവിതത്തെ ഇത് ബാധിച്ചു എന്ന് തന്നെയാണ് ജനങ്ങളെ ആശങ്കയിലാഴ്ത്തുന്നത്. അതേസമയം ഈ ഭീകരവാദത്തിന്റെ തുടർ നടപടികളിലേക്ക് രാജ്യം കടന്നിരിക്കുന്നു. തെരച്ചിൽ, ഭീകരവാദികൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഊർജിതമായി തന്നെ പുരോഗമിക്കുകയാണ്. അതേസമയം ഏറ്റവും നിർണായകമായ ചർച്ചകൾ നാളെ രാവിലെ നടക്കാൻ പോകുന്നത് ഈ ശ്രീനഗറിൽ തന്നെയാണ്. ശ്രീനഗറിൽ കരസേനാ മേധാവി എത്തുന്നുണ്ട്. നാളെ രാവിലെ അദ്ദേഹം ശ്രീനഗറിൽ എത്തും. ഈ ഒരു പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ് കരസേനാ മേധാവി ഇവിടെ സന്ദർശിക്കുന്നത്. അദ്ദേഹം കമാൻഡർമാരുടെ പ്രത്യേക യോഗം നാളെ വിളിച്ചിട്ടുണ്ട്. ഈ യോഗത്തിൽ അതിർത്തി മേഖലയിലുള്ള 2 യൂണിറ്റുകളുടെ കമാൻഡർമാർ പങ്കെടുക്കുന്നുണ്ട്. ഇത് ഈ ഭീകരാക്രമണത്തിന്റെ തുടർച്ചയായുള്ള നടപടികളുടെ ഭാഗമായാണ്. ഈ എന്ത് തരത്തിലുള്ള പ്രത്യാക്രമണം അല്ലെങ്കിൽ മറുപടി ഈ വിഷയത്തിൽ നൽകണം എന്ന് സംബന്ധിച്ച് ഉന്നതതല യോഗത്തിൽ തീരുമാനമെടുത്തിട്ടുണ്ട്. അത് നടപ്പാക്കാൻ സൈന്യത്തെ നിയോഗിച്ചേക്കും. അങ്ങനെയെങ്കിൽ എന്താണ് തുടർന്ന് നടത്തേണ്ട പ്രവർത്തനങ്ങൾ എന്നതടക്കമുള്ള നിർണായക ചർച്ചകൾ നാളെ ശ്രീനഗറിൽ വെച്ചായിരിക്കും നടക്കുക. അതേസമയം ഈ ഭീകരവാദികൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഊർജിതമായി തന്നെ പുരോഗമിക്കുകയാണ്. ബൈസരൻ, ഈ ആക്രമണം നടന്ന സ്ഥലത്ത് ഇന്ന് 3 ഏജൻസികളാണ് പരിശോധന നടത്തിയത്. ജമ്മു കശ്മീർ പോലീസിന്റെ ADGP പരിശോധന നടത്തി. ഒപ്പം തന്നെ BSFന്റെ IG ഇവിടെ എത്തി പരിശോധനകൾ നടത്തിയിരുന്നു. ഒപ്പം തന്നെയാണ് NIA സംഘം ഇന്ന് വീണ്ടും സ്ഥലത്ത് സന്ദർശിച്ച് കൂടുതൽ തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ട്. വളരെ ഊർജിതമായ അന്വേഷണം മുന്നോട്ടു പോകുന്നു. 100-ലേറെ പേരെ ഇന്നും ചോദ്യം ചെയ്തിട്ടുണ്ട്. പ്രദേശവാസികളും കുതിരക്കാരും ഒപ്പം തന്നെ ഈ വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശത്തുള്ള ആളുകളുമായി ഇവരിൽ നിന്നും ഭീകരവാദികളെ സംബന്ധിച്ച് അവരുടെ ചിത്രങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്ന ഒരു പശ്ചാത്തലത്തിൽ അത് കാണിച്ച് അവരിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമോ എന്നുള്ള ഒരു പരിശോധനയാണ് ഇപ്പോൾ ജമ്മു കശ്മീർ പോലീസ് പ്രധാനമായും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെയാണ് ഈ അന്വേഷണത്തിന്റെ ഭാഗമായുള്ള മറ്റ് നടപടികളും പുരോഗമിക്കുന്നത്. പ്രധാനമായും ഈ തെരച്ചിൽ നടപടികൾ അത്യന്തം ഊർജിതമായി പുരോഗമിക്കുന്നു. CRPFന്റെ പ്രത്യേക സംഘത്തെ ഇവിടെ നിയോഗിച്ചിട്ടുണ്ട്. ഹെലികോപ്റ്ററുകളിൽ ഈ പൈൻമരക്കാടുകൾക്ക് മുകളിൽ നിരീക്ഷണം നടത്തുന്നുണ്ട്. ഡ്രോണും പ്രത്യേക സാങ്കേതിക ഉപകരണങ്ങളും ഉപയോഗിച്ചും ഇവിടെ നിരീക്ഷണം നടത്തുന്നുണ്ട്. ഒപ്പം തന്നെയാണ് കൂടുതൽ CRPF ജവാന്മാരെ പ്രദേശത്ത് വിന്യസിച്ചിട്ടുണ്ട്. ഈ വനമേഖല പൂർണ്ണമായും അരിച്ചു പെറുക്കുക എന്ന് തന്നെയാണ് അക്ഷരാർത്ഥത്തിൽ അവിടെ ഈ സുരക്ഷാ സേന നിർവഹിക്കുന്നത്. ഭീകരരെ പിടികൂടാൻ കഴിയും എന്ന ഒരു ആത്മവിശ്വാസം തന്നെയാണ് ജമ്മു കശ്മീർ പോലീസ് പ്രകടിപ്പിക്കുന്നത് ഒരു ഘട്ടത്തിലും.
അതേസമയം SKN ആദ്യം സൂചിപ്പിച്ച വിഷയം എന്നുള്ളതും ഈ ഒരു പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഏറെ നിർണായകമാണ്. ഒരു BSF ജവാൻ ഇപ്പോൾ പാക് റേഞ്ചേഴ്സിന്റെ കസ്റ്റഡിയിലായിരിക്കുന്നു. അദ്ദേഹം അബദ്ധത്തിൽ അതിർത്തി മുറിച്ചു കടന്നു എന്ന് ആരോപിച്ചുകൊണ്ടാണ് പാക് റേഞ്ചേഴ്സ് അദ്ദേഹത്തെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. നിലവിൽ ഈ പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ നയതന്ത്ര യുദ്ധത്തിലാണ് ഇന്ത്യയും പാകിസ്ഥാനും. അതിനിടെ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത് വലിയ തോതിലുള്ള ആശങ്ക ഉയർത്തുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ അതിർത്തി മേഖലയിൽ പഞ്ചാബിലെ ഫിറോസ്പൂരിൽ വെച്ച് അതിർത്തി സീറോ ലൈനിലെ 30 മീറ്ററോളം അദ്ദേഹം മുറിച്ചു കടന്നു എന്നാണ് പാക് റേഞ്ചേഴ്സ് ആരോപിക്കുന്നത്. തുടർന്നാണ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. അദ്ദേഹത്തെ ഈ നോമാൻസ് ലാൻഡിൽ, അതായത് ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും അതിർത്തിക്കിടയിലുള്ള സ്ഥലത്ത് അവിടെ കർഷകർക്ക് കൃഷി ചെയ്യാൻ അനുവദിക്കാറുണ്ട്. അത്തരത്തിൽ കൃഷി ചെയ്യുന്ന കർഷകരെ നിരീക്ഷിക്കുന്നതിനായി നിയോഗിച്ചതായിരുന്നു ഈ BSF ജവാൻ PK സിംഗിനെ. അദ്ദേഹം അവിടെ ഈ കർഷകരെ നിരീക്ഷിക്കുന്നതിനിടെ അബദ്ധത്തിൽ അതിർത്തി മുറിച്ചു കടന്നു എന്നാണ് പാകിസ്ഥാൻ ആരോപിക്കുന്നത്. കർഷകർക്കൊപ്പമാണ് അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് പാക് റേഞ്ചേഴ്സ്. ഇദ്ദേഹത്തിന്റെ നിന്നും മറ്റ് ID കാർഡ് കൂടാതെ സർവീസ് റിവോൾവർ, 3 മാഗസിനുകൾ, 60ഓളം തിരകൾ ഉൾപ്പെടെയുള്ള അദ്ദേഹത്തിൽ നിന്നും കണ്ടെത്തിയതായി പാക് റേഞ്ചേഴ്സ് BSFനെ അറിയിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ മോചനത്തിനായുള്ള ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇതിനായി ഫ്ളാഗ് മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്. BSFന്റെയും പാക് റേഞ്ചേഴ്സിന്റെയും മോചനം എത്രയും പെട്ടെന്ന് സാധ്യമാക്കാനുള്ള നടപടികൾ ഉണ്ടാകുമെന്നാണ് BSF വ്യക്തമാക്കുന്നത്. SKN. ഓക്കെ, താങ്ക് യു. ബൽറാം നെടുങ്ങാടിയാണ് കാശ്മീരിലെ ശ്രീനഗറിൽ നമുക്കൊപ്പം ചേർന്നത്. അതിർത്തി കടന്നു വന്ന് പാകിസ്ഥാൻ ആരോപിക്കുന്ന BSF ജവാനെ വിട്ടുകിട്ടാനുള്ള ചർച്ചകൾ തുടരുകയാണ്.